സോ ഹേ ഗൈസ്, എല്ലാവർക്കും SSK പ്രോക്സാറ മറ്റൊരു കിഡിലം വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. ആൻഡ് നമ്മൾ ഇന്ന് പുതിയ സീരീസാണ് തുടങ്ങാൻ പോകുന്നത്, മീൻസ് ഗെയിം പ്ലേ സീരീസ്. സോ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിം മീൻസ് ഈ സീരീസിൽ നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. കാർ ഫോർ സെയിലാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. അതിൻ്റെ മൊബൈൽ വേർഷൻ അല്ല, സെയിം വേർഷൻ അല്ല, മൊബൈലിൻ്റെ സെയിം വേർഷൻ ഇച്ചിരി ബഗ്ഗും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമ്മൾ അതിൻ്റെ മൊബൈലിൽ വേറൊരു ഗെയിം, അതിനായിട്ട് സിമിലർ ആയിട്ടുള്ള വേറൊരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുതിയ ഗെയിം തുടങ്ങാം. ഇതിന് മുമ്പ് ജസ്റ്റ് ഇത് കളിച്ചായിരുന്നു. ഇപ്പോൾ ഞാൻ പക്ഷേ ന്യൂ ഗെയിമാണ് കളിക്കുന്നത്. പിന്നെ ലാസ്റ്റ് വീഡിയോയ്ക്ക് കുറേ 5-6 കമൻ്റൊക്കെ വന്നായിരുന്നു. അപ്പോൾ അതിന് ഞാൻ റിപ്ലൈ മൊത്തം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റിപ്ലൈ നോക്കാൻ ഉള്ളവരുണ്ടെങ്കിൽ പോയി റിപ്ലൈ നോക്കുക. ആൻഡ് അത്രേ ഉള്ളൂ. പിന്നെ താങ്ക് യു ഫോർ ദ സപ്പോർട്ട്. ആൻഡ് ഈ വീഡിയോ അങ്ങനെ തന്നെ ഇന്നലത്തെ വീഡിയോനെ പോലെ ഈ വീഡിയോയിലും സപ്പോർട്ട് കാണിക്കുക. ഓക്കെ, ഫസ്റ്റ് റിമൂവ് ട്രാഷ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഓഫീസ്. അപ്പോൾ നമുക്ക് ഈ സാധനങ്ങളൊക്കെ എടുത്ത് കളയണം. അപ്പോൾ ഈ പെട്ടിക്കൂടാരമാണ് നമ്മുടെ ഷോറൂം. ഇതിൽ സെൻസിറ്റിവിറ്റി ഇച്ചിരി കൂടുതലായിട്ടാണ് കിടക്കുന്നത്. സെൻസിറ്റിവിറ്റി ഇച്ചിരി കുറയ്ക്കണം. ആഡ് ഇതിൽ സെറ്റിങ്സും ഇല്ലേ, കുഴപ്പമില്ല, പോട്ടെ. ഓക്കേ, കാറിൻ്റെ എൻജിനൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ബാറ്ററി ഉണ്ടായിരുന്നു, അത് ഞാൻ കളഞ്ഞു. 2 കാറിൻ്റെ എൻജിനുണ്ട്. പക്ഷേ അതൊക്കെ ജങ്ക് യാർഡിൽ കൊണ്ടുപോയി വിറ്റാൽ പോരാ, അവിടെ ജങ്ക് യാർഡ് ഉണ്ട്. എന്തിലാവട്ടെ, സെൻസിറ്റിവിറ്റി ഇച്ചിരി കൂടുതലാണ് ഈ ഗെയിമിന്. ആൻഡ് പിന്നെ നമ്മുടെ ആഡ് ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യുക. ആൻഡ് നമുക്ക് ഇനിയും ഇങ്ങനത്തെ സീരീസൊക്കെ ചെയ്യാം. ട്യൂട്ടോറിയൽ സ്കിപ്പ് ആഡ് നോക്കിയിട്ട് അപ്പോൾ നമുക്ക് ആഡ് കഴിഞ്ഞിട്ട് കാണാം. നമ്മൾ ആഡൊക്കെ ഇവിടെ പോയിട്ടുണ്ട്. സോ പിന്നെ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് പോവാണ്. എന്താ വരാത്തത്? ഓക്കെ, അപ്പോൾ ട്യൂട്ടോറിയൽ ഇനി കാണിക്കുന്നതല്ല. നമ്മുടെ കയ്യിൽ 7500 രൂപയുണ്ട്. സോ നമ്മൾ ഈ ഗെയിം ഇതിന് മുമ്പ് ജസ്റ്റ് കളിച്ചിട്ടുണ്ട്. ജസ്റ്റ് മീൻസ് ഞാൻ കയറി നോക്കിയിട്ടുണ്ട്. ഒരു കാർ വാങ്ങിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബസ് വഴി ആദ്യം കാർ മാർക്കറ്റിൽ പോയി എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. $20 ബസ്സിന് തന്നെ പോയി നമ്മുടെ കയ്യിൽ നിന്ന്. ഇത് നമ്മുടെ ഷോറൂമിൻ്റെ ഫോട്ടോ ഒക്കെ ഇവിടെ ഉണ്ട്. ഓൺലൈൻ കാർസ് ഇന്ന് കാർ മാർക്കറ്റ് ഓപ്പൺ അല്ലേ? അതെന്താണാവോ? അതെന്താണെന്നറിയോ, ഇന്ന് കാർ മാർക്കറ്റ് ഓപ്പൺ അല്ല. നമുക്ക് നെയ്ബർഹുഡിൽ പോവാം. സോ നെയ്ബർഹുഡിൽ ഇനി സെൻസിറ്റിവിറ്റി കൂടുതലാണ്. ഈ പൊട്ട സെൻസിറ്റിവിറ്റി കാരണം കേട്ടോ. ഇതൊരു കാറുണ്ട്. അതൊക്കെ അറിയാം. 13,000 ബാർഗെയിൻ. ബാർഗെയിൻ വേണ്ട. കാറ് മുന്നിൽ ഡാമേജാ നല്ല രീതിക്ക്. പിന്നെ അങ്ങനെ ഡാമേജ് ഇല്ല. ബൈ, ലെറ്റ്സ് ഗോ. 13,000 രൂപ വേണ്ട, ഡോൺ ബൈ. നമുക്ക് ഈ വണ്ടിക്ക് എത്രയാണോ?
ഈ വണ്ടിക്ക് ഉണ്ടാവും മിക്കവാറും 20,000 രൂപയൊക്കെ. ഇവിടെ നമ്മുടെ ആടൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇവിടെ $7,000 ആണ് ഇവിടെ ചോദിക്കുന്നത്. $7,000 എന്ന് പറയുമ്പോൾ നമ്മളെ കയ്യിൽ റിപ്പയർ ചെയ്യാൻ കാശ് അത്ര ഉണ്ടാവില്ല. നമുക്ക് ബാക്കി ഇച്ചിരി വണ്ടികൾ കൂടി നോക്കിയിട്ട് വരാം. അവിടെ ഈ വണ്ടി ഞാൻ നോക്കിയതാണ് നേരത്തെ, 13,000 രൂപയുടെ. ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്. ഇതേതാ? BMW ഉണ്ട്. BMW ചിലപ്പോൾ കിട്ടും 7,000-നുള്ളിൽ, ചിലപ്പോൾ. യെസ്, 7,225. കുഴപ്പമില്ല, വാങ്ങാം. സോ നമ്മളിപ്പോൾ വേറൊരു കാറും കൂടി വാങ്ങിച്ചിരിക്കുകയാണ്. നമ്മൾ ആഡ് സ്കിപ്പ് ചെയ്യാനുള്ള വഴി കണ്ടെത്തി. നമ്മൾ പുതിയ കാറ് നമുക്ക് ഐശ്വര്യമായിട്ട് കയറാം. പുതിയ മാത്രമല്ല, ആദ്യത്തെ കാറ്. പിന്നെ സൗണ്ട് കൊള്ളാത്ത ഈ കാറിൻ്റെ സൗണ്ട് അറിയാം. അങ്ങോട്ട് ബെഡല്ല. പിന്നെ നമ്മുടെ കയ്യിൽ 435 രൂപയുണ്ട്. അതിന് ഈ കാറ് റിപ്പയർ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്കല്ലെങ്കിൽ ഇത് കിട്ടില്ല. കുറവാക്കാം. ഇത് നെയ്ബർഹുഡിലോട്ട് വന്നതാണ്. നമുക്ക് ഷോറൂമിലോട്ടാണ് പോകേണ്ടത്. അല്ല, റിപ്പയർ ഷോപ്പിലോട്ട്. ഒരു മിനിറ്റ്. സോ നമുക്ക് പിന്നെ ഇത് ആടിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് പോകാം തൽക്കാലം. ഇവിടുന്ന് റൈറ്റിലോട്ടാണ് നമ്മുടെ ഷോറൂം. എന്തായാലും നമ്മൾ റൈറ്റിലോട്ട് പോകുന്നുണ്ട്. ഇങ്ങോട്ട് തന്നെ ആയിരിക്കും ഷോറൂം. ഇത് മറ്റേ ഡ്രാഗ് റേസിൻ്റെ ഏരിയ. ഇവിടെ ആരും ഇല്ല. ഇവിടെ നമ്മുടെ ഷോറൂമിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു കേട്ടോ. അയ്യോ, അടിക്കലേ. ഇടിച്ചാൽ നമ്മുടെ കാശ് കൊടുക്കണം. നമ്മൾ റിപ്പയർ ഷോപ്പ് എത്തിയിട്ടുണ്ട്. റിപ്പയർ നമ്മുടെ ഇവിടെ ഉണ്ട്. നമുക്ക് വണ്ടി ചെയ്തിട്ട് റിപ്പയർ. അയ്യോ പ്ലീസ്, നമുക്ക് തൽക്കാലം ഈ വണ്ടി റിപ്പയർ ചെയ്യാണ്ട് വയ്ക്കേണ്ടി വരും. എനിക്ക് തോന്നി 700 സംതിങ് പൈസ ഇതിന് കൊടുക്കണം റിപ്പയർ ചെയ്യാൻ. $7 തൽക്കാലം നമുക്ക് ഇങ്ങനെ ഇട്ട് വയ്ക്കാം. ഒറിജിനൽ വശം എനിക്ക് തോന്നുന്നു നമ്മുടെ ഷോറൂമിൻ്റെ അപ്പുറത്ത് തന്നെ റിപ്പയർ ഷോപ്പൊന്നും. ഈ ഷോറൂം ഇത്ര ചെറുതാട്ടോ, ഭയങ്കര ചെറുതായി ഷോറൂം. സോ ആ ഹാൻഡ് ബ്രേക്ക് ഇട്ടു, വണ്ടി ഓഫ് ചെയ്തു, ഇറങ്ങി. പിന്നെ ആഡ് വന്നു കേട്ടോ. കുഴപ്പമില്ല, ഇനി നമ്മൾ ആഡ് കാണാനായിട്ട് നിൽക്കുന്നില്ല. ഇതിൻ്റെ സെൻസിറ്റിവിറ്റി വളരെ കൂടുതലാണ്. നമുക്ക് വെബ് പേജ്. ഓക്കെ, ഈ കാറാണ് നമുക്ക് വിൽക്കേണ്ടത്. $7,000 നമ്മൾ വാങ്ങിച്ച് എക്സ്പെൻസ് ഒന്നും നമ്മൾ ഇട്ടില്ല. സോ നമ്മൾ റിപ്പയർ പോലും ചെയ്തിട്ടില്ല. നമുക്കൊരു 8,500 ഇട്ട് നോക്കാം. റിപ്പയർ ചെയ്തിരുന്നെങ്കിൽ നമുക്കൊരു 10,000-നെങ്കിലും ഇടായിരുന്നു.
സോ നമുക്ക് നേരെ പോവാം. സോ നമ്മുടെ ഫസ്റ്റ് കസ്റ്റമറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഷോറൂം കൊള്ളാം കേട്ടോ കാണാനായിട്ട്. നമ്മൾ ഷോറൂം ഓപ്പൺ ചെയ്തിട്ടില്ല. എടാ ഇത് എന്താടാ ഇത്? ഇതിൻ്റെ പുല്ല് സെൻസിറ്റിവിറ്റി ഇച്ചിരി ഒന്ന് തിരിയുമ്പോൾ തന്നെ കുറേ തിരിയും. നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓഫീസ്. എന്തായാലും ഓഫീസ് മീൻസ് ഷോറൂം എന്ന് പറയാൻ പറ്റില്ല, ഓഫീസെന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ പുതിയ ആഡ്. ഇതെന്താ 1 മിനിറ്റ് കൃത്യം നിങ്ങൾ വീഡിയോയിൽ നോക്കിക്കോ, 1-2 മിനിറ്റിൻ്റെ ഗ്യാപ്പിൽ ഈ ആഡ് വന്നുകൊണ്ടേ ഇരിക്കുക. ആഡിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഗെയിമാണ് തോന്നുന്നു. അതിനേക്കാൾ നല്ലത് ഇതിൻ്റെ ഒറിജിനൽ വേർഷൻ ലാഗോടെ കളിക്കുന്നത്. ഇതിൻ്റെ ഒറിജിനൽ വേർഷൻ അത്ര ആഡ് പോലും ഇല്ല. ആഡ് 1-2 ചിലപ്പോൾ ഇടയ്ക്കേ വരുള്ളൂ. ആരും വരാത്ത എന്താ? ആരും വന്നില്ല കേട്ടോ ഇവിടെ. സോ ഇവിടെ കസ്റ്റമർ ആരും വന്നില്ല കേട്ടോ നമ്മുടെ വണ്ടി വാങ്ങാനായിട്ട്. 4 മണിയായി. ഇവിടെ നമ്മൾ വണ്ടി ഇട്ടിട്ട് കുറേ നേരമായി. ഒരാൾ വരുന്നുണ്ട്. സോ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് കസ്റ്റമർ, നമ്മുടെ കടയിലെ ഫസ്റ്റ് കസ്റ്റമർ ഇവിടെ വന്നിട്ടുണ്ട്. പുള്ളിക്കാരെ വാങ്ങുമോ നോക്കാം. ലെറ്റ്സ് ഗോ. നമ്മൾ ഇട്ട പ്രൈസിന് തന്നെ പുള്ളിക്കാരൻ എടുത്തു. സോ ഇട്ട പ്രൈസിന് തന്നെ പുള്ളിക്കാരൻ എടുത്തു. സോ നമുക്കിനി അടുത്ത വണ്ടിയാണ്. ഇച്ചിരി കൂടി കൂട്ടിയിടായിരുന്നല്ലേ, ഇച്ചിരി കൂടി പൈസ കൂട്ടിയിടായിരുന്നു നമുക്ക്. നമുക്കിനി ഇപ്പോൾ പോകേണ്ടത് നെയ്ബർഹുഡിൽ പോയിട്ട് നമുക്കൊരു ഇച്ചിരി കൂടി നല്ല വണ്ടി വാങ്ങണം. ഇന്ന് നമുക്ക് റിപ്പയർ ആവാൻ കാശില്ലാത്ത ആ ഒരു അവസ്ഥ വരരുത് കേട്ടോ. റിപ്പയർ ആവാൻ കാശ് ഇന്ന് വാങ്ങാൻ പോലും കാശില്ല. റിപ്പയർ ആക്കാനായിട്ട് കാശില്ല എന്ന് പറഞ്ഞ അവസ്ഥയും നമുക്കിനി വരരുത്. ഈ വണ്ടിയെങ്കിൽ ഈ വണ്ടി കിട്ടുള്ളൂ. ഇതെന്തുകൊണ്ട് ഇത് പുല്ല് പൊട്ടകി ആഡിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയത്. കളിക്കാൻ കുഴപ്പമില്ല, ഇത് ആഡിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയേക്കണതാണ്. ബൈ. അല്ലെങ്കിൽ ഇനി 1000 രൂപ 2000 രൂപ അടുത്ത് ബാക്കിയുണ്ട്. സോ നമുക്ക് 2000 രൂപ വെച്ചിട്ട് നമുക്ക് എന്താണത്തെ 1 മിനിറ്റ് കേട്ടോ ഗൈസ്. എനിക്ക് പൈസ നിങ്ങൾ ഇടിച്ച് ചെറുതായിട്ട് നമുക്ക് പോവാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരുന്നു നമ്മൾ ആദ്യം പോയത്. അങ്ങോട്ടേക്കല്ലേ? ഇവിടെ ഒരു BMW കിടക്കാം. വണ്ടി നന്നായിരുന്നു നമുക്ക്. ആ വണ്ടി നല്ലതായിട്ട്.
ഇച്ചിരി വില കൂട്ടി വിൽക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് അത്ര ലാഭം ഉണ്ടാവില്ല. നേരത്തെ വണ്ടി നമ്മൾ ആൾക്ക് 500 രൂപ കൂട്ടി വയ്ക്കും, അത് ഡാമേജ് ആയിട്ടും അത് ആ പ്രൈസിന് വിറ്റ് പോകും. ഇച്ചിരി 9,000 കിട്ടാനാണ് നമുക്ക് നന്നായിട്ട് വിറ്റ് പോകുന്നത്. അപ്പോൾ ഇവണ്ടിപ്പോൾ ഫ്ലെയിംസ് ഉള്ളതുകൊണ്ടോ ഇതിലെ വണ്ടി കേട്ടോ ഇതിപ്പോൾ. റോട്ടിൽ കൂടിയല്ല തൽക്കാലം ഓടിക്കുന്നത്. ഇതിൽ ടയർ കിടക്കുന്ന റേസിങ് ടയറാണ് കേട്ടോ, റേസ് ചെയ്യുന്ന വണ്ടികളുടെ ടയറാണ് കിടക്കുന്നത്. സോ നമുക്കിനി നേരെ ഇത് പെയിൻ്റല്ല റിപ്പയർ ചെയ്യാം. ആഡ് തോന്നി എനിക്ക് സ്ക്രീനൊന്ന് സ്റ്റക്കായെന്ന് ഗെയിം കളിക്കുമ്പം ആഡ് വരും. അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യാതെ ഒരു മിനിറ്റ് ഇങ്ങനെ എക്സിറ്റ് ആകാതെ അപ്പോൾ തന്നെ ആഡ് വന്നത്. 1 മിനിറ്റ് 1 സെക്കൻഡ് ഇവർ വിടത്തില്ല. ഇവർക്ക് ആഡിലൂടെ കാശെടുത്തൊന്നും മതിയായില്ല. ഗെയിം കളയാനായിട്ട് ആഡ് കൊടുക്കും ഇവർ. മീൻസ് ഇവർ ആഡ് കൊടുത്തിട്ട് ഗെയിം കളയാൻ, ശരിക്കും പറഞ്ഞിട്ട് ഗെയിമിൻ്റെ വില കളയാം. നമുക്ക് പോയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നമുക്ക് രാത്രിയായ റിപ്പയറും ആയില്ല വണ്ടി. അപ്പോൾ നമ്മളാരായി ഇതെന്താ ഗീവ് മണി $30 നമ്മൾ കൊടുത്ത് ഇരിക്കട്ടെ. ഇല്ല, നമുക്ക് ബസ് സ്റ്റോപ്പിൽ പോയിട്ട് ഉറങ്ങാൻ പോകണം. ഈ ഗെയിമിൽ എനിക്ക് തോന്നുന്നു ഓഫീസിൽ തന്നെ നമ്മൾ കിടക്കാൻ തരും. ഓഫീസിൽ തന്നെ കിടക്കേണ്ടതെന്ന് തോന്നുന്നു. നമുക്ക് ബസ് സ്റ്റോപ്പിൽ പോയി എന്നിട്ട് അവിടെ കണ്ടെയ്നർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ലെങ്കിൽ ഓഫീസിൽ തന്നെ കിടക്കേണ്ടത് ഉണ്ട്. അപ്പോൾ കണ്ടെയ്നറിലാണ് കിടക്കേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ പോവാം. എത്തിയില്ലേ ഇവിടെ? ഇവിടെ ചെറിയൊരു വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അത് പുറകിൽ ട്രെയിൻ പോകുന്നുണ്ട്. പുറകിൽ നിന്ന് വെച്ചാൽ എൻ്റെ പുറകിലല്ല, എൻ്റെ വീടിൻ്റെ പുറകിലൊരു ട്രെയിൻ പോകുന്നുണ്ട്, അതിൻ്റെ ഉണ്ട്. സോ പൊന്നെ ഇച്ചിരി പൊട്ടാട്. നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. സോ നമുക്ക് നേരെ ഓഫീസിലോട്ട് പോകാം. മീൻസ് നമ്മുടെ കയ്യിൽ കാശില്ല വണ്ടി വാങ്ങാനുള്ള. സോ നമ്മൾ ഓഫീസിലെത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഓഫീസിലല്ലോ വണ്ടി. നമ്മളിവിടെ വേസ്റ്റ് ആരാന്ന് ഓർഡർ ചെയ്യണം. അവിടെ കിടക്കട്ടെ. നമ്മൾ മര്യാദക്ക് മറ്റേ ഇവിടെ പോയാൽ മതിയായിരുന്നു, റിപ്പയർ ഷോപ്പിൻ്റെ. നമ്മൾ ഓഫീസിലോട്ട് എന്തിനാ വന്നതാവും? കാർ മാർക്കറ്റിൽ നിന്ന് ഓപ്പൺ ആട്ടോ. നമുക്ക് അടുത്ത വണ്ടി കാർ മാർക്കറ്റിൽ നിന്ന് നോക്കാം. അതിനു മുമ്പ് ഈ വണ്ടി വിറ്റ് കളയണം. വിറ്റ് തീർക്കണം, കളയണം എന്നല്ല. വണ്ടി റിപ്പയറായോ ഇത്രയും പെട്ടെന്ന്? എന്നാൽ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലില്ലേ? കുഴപ്പമില്ല. സോ ആ വണ്ടിയിനുള്ളിൽ എൻ്ററായിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഓടിയാണെന്ന് തോന്നുന്നു.
സ്വാഭാവികം. കിടിലം വണ്ടിയൊക്കെ കിടിലായിട്ട് ഓടുന്നുണ്ട് വണ്ടി. എനിക്കാണ് എഞ്ചിൻ ഓഫ് ചെയ്തിട്ടില്ല, പെട്രോൾ പോകും. ഈ കാറും കൂടി വിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ തീർക്കാം കേട്ടോ. ഓഫീസ് ഓപ്പൺ ആണ് നമ്മുടെ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ സെൻസിറ്റിവിറ്റി മാത്രം ഇച്ചിരി കൂടുതലാണ്, അതാണ് ആകെയുള്ള പ്രശ്നം. നമുക്കൊരു ഓഡി Q7 ഉണ്ട്. നമ്മൾ 7,000-1000 അടുത്ത് നമ്മളിത് ചിലവാക്കി. 8 പിന്നെ ഒരു 13,000 അല്ലേ 15,000 ഇട്ട് നോക്കാം. നോക്കാം ആരെങ്കിലും വാങ്ങിച്ചാൽ നമുക്ക് ബമ്പർ അടിച്ചു തന്നെ. ആഡ് നോക്കൂ, 15 മിനിറ്റിലായിരുന്നു ലാസ്റ്റ് ആഡ് വന്നത്, 17 മിനിറ്റിൽ ഇപ്പോൾ വന്നു. വീഡിയോ ഇപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോയുടെ നിങ്ങൾക്കത് ഇച്ചിരി മുന്നിലോട്ടായിരിക്കും കാണുന്നത്. ഈ ഒരു വണ്ടി വേഗം വിറ്റ് പോയാൽ മതിയായിരുന്നു. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നിർത്താം. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ് ചെയ്യുക. ലാസ്റ്റ് വീഡിയോയിൽ ഇച്ചിരി ഒരു കമൻറ്റ് ചെയ്തായിരുന്നു, അവർക്കുള്ള റിപ്ലൈ ഒക്കെ ഞാൻ തന്നായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ. ആൻഡ് എല്ലാവരും സബ് ചെയ്യുക. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ് ചെയ്യുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. ആൻഡ് നമ്മളിനിയും സപ്പോർട്ട് ചെയ്യുക. ആൻഡ് പരമാവധി ആൾക്കാരിലോട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടും ഒക്കെ വീഡിയോ ഷെയർ ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഒരാളും ഒരു പണിയില്ലല്ലോ. നമ്മുടെ ഇപ്പോഴത്തെ ഓഫീസ് ഇതാട്ടോ. ഇപ്പോഴത്തെ നമ്മുടെ ഓഫീസ് ഇതാണ്. സോ ആരും വന്നില്ലല്ലോ. ഒരാൾ പോലും വന്നില്ല വണ്ടിക്കായിട്ട്. ഞാൻ ഓഫീസിൽ നിന്ന് ഇച്ചിരി ദൂരെ പോയി നോക്കട്ടെ. കുതിര ചാടി കളിക്കാൻ പോലുണ്ട്. വന്നു. ഒരാൾ വന്നു. അയാൾ 15,000 ഇപ്പം തന്നെ കൊടുത്തു. 12 മിനിമം 12 വേണം. ഇയാളെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു 12-13 എടാ, ഇയാളുടെ അടുത്ത് നിന്നല്ലേ നമ്മൾ വണ്ടി വാങ്ങിച്ചേ. 10,000 നോട്ട് ബാഡ് ബട്ട് വെയിറ്റ്.
വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് വിറ്റ് 10,000. വേറെ ആരും ഇല്ലല്ലോ. നമുക്കൊരു 3 മണി വരെ വെയിറ്റ് ചെയ്യാം. ഗെയിമിലത്തെ 3 മണി കേട്ടോ. ആരുമില്ല. അപ്പോൾ ചേട്ടന് 10,000-ന് വണ്ടി എടുത്തു. സോ നമ്മുടെ ലാസ്റ്റ് വണ്ടിയും വിറ്റ് പോയാൽ നമ്മുടെ കയ്യിൽ 11,208 രൂപയുണ്ട്. ആൻഡ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയ ഗോൾ നമ്മൾ തീർത്തു. ദാറ്റ് ഓഫ് 10,000. ആൻഡ് നമ്മളടുത്ത വീഡിയോയിൽ എത്ര രൂപ എടുക്കാൻ നോക്കണം എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാൻ, ചാനലിൽ സബ് ചെയ്യാത്തവരാണെങ്കിൽ പിന്നെ പരമാവധി ഷെയർ ചെയ്ത് നമ്മുടെ വ്യൂസ് കൂട്ടാം. സോ ബൈ ബൈ. These brothers my guys, know that they fly, know that they ride or die. Why they wanna move like that? Where you want going?